ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ മുസ്ലിം ലീഗിന്റെ ഓഫീസായ നന്ദാവനത്തുള്ള പാണക്കാട് ഹൗസിലേക്ക് പോയിരിക്കുന്നു എന്നതാണ്. തിരുവനന്തപുരം നന്ദാവനത്തുള്ള മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് പാണക്കാട് ഹൗസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോയിരിക്കുന്നു. അവിടെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിനാണ് നിയുക്ത മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ഉടൻ ചേരും. വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് ആരൊക്കെയായിരിക്കും ലീഗിൻ്റെ മന്ത്രിമാർ എന്നത് സംബന്ധിച്ച് അത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ എത്ര മന്ത്രിമാരായിരിക്കും മുസ്ലിം ലീഗിന് ഉണ്ടായിരിക്കുക, അതിനപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും പദവികൾ നൽകുമോ, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകുമോ തുടങ്ങിയ കാര്യത്തിലൊക്കെ ഈ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാകും. ഈ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഈ ചർച്ചകൾക്കായാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ നന്ദാവനത്തുള്ള ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. നന്ദാവനത്തുള്ള പാണക്കാട് ഹൗസിലേക്കാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ഇപ്പോൾ N.K. പ്രേമചന്ദ്രൻ MP. ആർ ശ്രീജിത്തിലേക്ക് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ RSP നേതാക്കൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഉഭയകക്ഷി ചർച്ച RSPയുമായുള്ളത് പൂർത്തിയായിട്ടുണ്ടോ? അവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? രണ്ട്, ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുസ്ലിം ലീഗ് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കൂടി വിശദാംശങ്ങൾ? ദിലീപ്, ഏറ്റവും നിർണായകമായ ചർച്ചയാണ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാട് ഹൗസിലേക്ക്, നന്ദാവനത്തുള്ള പാണക്കാട് ശിഹാബ് തങ്ങളുടെ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ലീഗിൻ്റെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അവിടെയാണ് ലീഗ് നേതാക്കളായ P.K. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകളുള്ളത്. അവിടെ വെച്ചാണ് ലീഗിൻ്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോകുന്നത്. 5 മന്ത്രിമാർ എന്ന ആവശ്യം, ലീഗിൻ്റെ ആവശ്യം അവിടെ വെച്ച് കാര്യത്തിൽ അന്തിമ ധാരണയാകും. എന്തായാലും കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട പട്ടികയ്ക്ക് ഒരു അന്തിമ രൂപമാകാത്തത് കൊണ്ട് ആണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ച, ലീഗ് ഇതര കക്ഷികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച മുന്നോട്ട് പോകാത്തത്. കോൺഗ്രസിലെ കൂടിയാലോചനകൾ അന്തിമമാകുന്ന മുറയ്ക്ക് അവർ ഏതൊക്കെ വകുപ്പുകളുടെ കാര്യത്തിൽ അവർ ഏതൊക്കെ കൈവശം വെക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ഈ ഘട്ടത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശിനും ഒപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനും കഴിയാത്ത സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ, അല്ലെങ്കിൽ കോൺഗ്രസ് കൈവശം വെക്കാൻ പോകുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുകയും ഉച്ചയ്ക്ക് ശേഷം ചെറിയ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഉഭയകക്ഷി ചർച്ചയുടെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാകുന്നത്. എന്നാൽ നിർണായകമായ ചർച്ച അങ്ങ് നന്ദാവനത്ത് ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പാണക്കാട് ഹൗസിൽ നടക്കുകയാണ്. അവിടെയാണ് മുന്നണിയിലെ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ ലീഗ്, 22 MLA-മാരുള്ള പാർട്ടിയായ ലീഗുമായിട്ടുള്ള ചർച്ച നടക്കുന്നത്. ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ P.K. കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അതോടൊപ്പം തന്നെ ലീഗിന്റെ ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് E.T. മുഹമ്മദ് ബഷീർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.